വിദ്യാർത്ഥികൾ നിർബന്ധമായും പൊളിറ്റിക്കൽ ആകണമെന്നും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായ എല്ലാവരും പൊളിറ്റിക്കൽ ആണെന്ന അഭിപ്രായം തനിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മഞ്ചേരി NSS കോളേജിൽ നടന്ന യൂണിയൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്നാണ്. അതാണ് എൻ്റെ മെസ്സേജ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, രാഷ്ട്രീയക്കാരനായ ഞാൻ വന്നു നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം എന്നല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെയും നിങ്ങൾക്ക് പൊളിറ്റിക്കലാവാം. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായ എല്ലാവരും പൊളിറ്റിക്കലാണ് എന്ന അഭിപ്രായം എനിക്കില്ലതാണ്. എന്താണ് പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഡെമോക്രാറ്റിക് ആവണം, ജനാധിപത്യപരമായി ചിന്തിക്കണം, മറ്റുള്ളവന്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ കേൾക്കണം, അവന്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ബഹുമാനിക്കണം, മറ്റുള്ളവന്റെ വാക്കുകളെ സംഗീതം പോലെ ശ്രവിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തിയെടുക്കണം, എല്ലാവരെയും കേൾക്കണം. രണ്ട്, നിങ്ങൾ സെക്യുലർ ആവണം. ഇന്ത്യൻ ഒരു കോംപ്ലക്സ് സൊസൈറ്റിയാണ് ഇന്ത്യ. വിവിധ മതവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. നമ്മളെ തമ്മിൽ വേർതിരിപ്പിക്കാൻ, കമ്പാർട്ട്മെന്റുകളിലാക്കാൻ ഒരുപാട് ശക്തികൾ ശ്രമിക്കും. അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ അങ്ങനെ പിരിയില്ല, ഞങ്ങൾ അങ്ങനെ വേർപിരിക്കാൻ കഴിയില്ല, ജാതിയുടെ മതത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കണം. അതിന് നമ്മുടെ ഒരു മനസ്സുണ്ടാകണം, നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകണം, ഡിറ്റർമിൻഡ് ആയിരിക്കണം, നിശ്ചയദാർഢ്യമുണ്ടാകണം, ഉറച്ച മതേതര നിലപാട് സ്വീകരിക്കണം, എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടിൽ കാണാൻ നിങ്ങൾക്ക് കഴിയണം. 3, ഒരുപാട് പേർ നീതി നിഷേധിക്കപ്പെട്ടവരുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്, അരികുവൽക്കരിക്കപ്പെട്ടവരുണ്ട്, സങ്കടങ്ങൾ മാത്രമായി നടക്കുന്നവരുണ്ട്. അവരുടെ കൂടെ ആവണം. അവരുടെ കൂടെ വിഷമിക്കുന്നവന്റെ, പ്രയാസപ്പെടുന്നവന്റെ, സങ്കടപ്പെടുന്നവന്റെ കൂടെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയുമെല്ലാം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം എന്ന് നമ്മൾ ആലോചിക്കണം. അവനെ സഹായിക്കാൻ, അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവരുടെ വിഷമങ്ങൾ മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കണം. അങ്ങനെയാണ് ഞാൻ പറയും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവുണ്ടാകണം. ഡോക്ടർമാർ കീറി മുറിച്ചാൽ കാണില്ല. ആ നനവാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. നമ്മൾ മനുഷ്യരാകണം. ആദ്യം ചേർത്ത് പിടിക്കണം, അവരെ സങ്കടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കണം. അത് എൻ്റെ ജോലിയല്ല, എൻ്റെ ജോലി എൻ്റേത് മാത്രമാണ്, ഞാനിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ പൊളിറ്റിക്കലായി. ആ പൊളിറ്റിക്കലായ ഒരു പുതിയ തലമുറയാണ് നമ്മുടെ രാജ്യത്തിലും നമ്മുടെ ലോകത്തിലും ആവശ്യം. അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിമനോഹരമായ പരിപാടികൾ സംഘടിപ്പിച്ച് ഹാലിയയ്ക്കും കൂട്ടുകാർക്കും ഈ കോളേജ് യൂണിയന്റെ ഈ അധ്യയന വർഷം ഏറ്റവും മനോഹരമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതുമയാർന്ന പരിപാടികൾ സംഘടിപ്പിച്ച് കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് പുതിയ ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് ഡയലോഗാണ്, നിരന്തരമായ സംവാദങ്ങളാണ്, ഡിസ്കോസാണ്, നിരന്തരമായ ആശയവിനിമയങ്ങളാണ്. ആ ആശയവിനിമയങ്ങളിലൂടെ പുറത്തു വരുന്ന ആശയങ്ങളാണ് നമ്മളെ നാളത്തെ കാലത്ത് നമ്മളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വഴികാട്ടികളായി നമ്മുടെ അധ്യാപകരുണ്ട്. അധ്യാപകർ സുഹൃത്തുക്കളാണ്, വഴികാട്ടികളാണ്, ഗുരുക്കന്മാരാണ്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യണം. ഒരു പരിപാടിയിൽ നിന്നും ആരും മാറി നിൽക്കരുത്. എല്ലാവരും എല്ലാ പരിപാടികളുമായി സഹകരിക്കണം, സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങളൊക്കെ എത്രമാത്രം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വലിയ കടുത്ത മത്സരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇന്നും ഞാൻ ആദ്യമായി നിയമസഭയിൽ മത്സരിച്ചപ്പോൾ എന്നെ വിജയിപ്പിക്കാൻ വന്ന ഒരാൾ, ഞാൻ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഒരാളാണ്. അദ്ദേഹമാണ് വന്ന് പ്രസംഗിച്ചത്, ഇവനെ ജയിപ്പിക്കണം, ഇവൻ പണ്ട് എന്നെ തോൽപ്പിച്ചതാണ്. കാരണം മത്സരിക്കുമ്പോഴും സൗഹൃദങ്ങൾ ഞങ്ങൾ കളയാതെ സൂക്ഷിച്ചിട്ടുണ്ടായി. സൗഹൃദമാണ് ക്യാമ്പസിലെ ഏറ്റവും പ്രധാന, ക്യാമ്പസ് നൽകുന്ന, നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ഒരാളുമായിട്ടുള്ള സൗഹൃദം കളയരുത് എന്നാണ് ക്യാമ്പസിൽ പഠിച്ച ഒരാൾ എന്ന നിലയിൽ ക്യാമ്പസിൽ പഠിക്കുന്ന നിങ്ങളോടുള്ള എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന.